അതെ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരാഗ്രഹം. വേറൊന്നുമല്ല, നമ്മുടെ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ പിന്നെ മുറ്റത്ത് നിൽക്കുന്ന പൂക്കളും ഇലകളൊക്കെ തൊഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അതൊക്കെ അങ്ങ് നശിച്ചു പോകുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം എടുത്തൊന്ന് ഡ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ റെസിൻ ആർട്ടിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി രാവിലെ തന്നെ, ഇന്നാണെങ്കിൽ നല്ല വെതറുമാണ്, കുറച്ച് വെയിലുണ്ട്, കാരണം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന മേപ്പിൾ ട്രീയുടെ ലീവ്സ് തന്നെ ഫസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ കുറേ ഫ്ലവേഴ്സൊക്കെ എടുത്തൊന്ന് നമ്മൾ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു കുറച്ച് ഗാർഡനിലെ, അതെല്ലാം പക്ഷേ കുറേയൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ബാക്കിയുള്ളതൊക്കെ ഒന്ന് സേവ് ചെയ്യണമല്ലോ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി വെച്ചാലേ നമുക്കിത് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടി രാവിലെ തന്നെ മോനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റത്ത് കണ്ട ഫുൾ ചവറായിട്ട് കിടക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ കാറ്റ് കാരണം ആ മേപ്പിൾ ട്രീയിലെ ഫുൾ ലീവ്സ് പറന്ന് വരുന്നതാണ് കേട്ടോ. പക്ഷേ എന്ത് ഭംഗിയാണെന്നറിയാമോ അത് കാണാൻ, ഫുൾ ഇങ്ങനെ മഞ്ഞ കളറിൽ നിൽക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളായിരുന്നു ഇങ്ങനെയൊക്കെ കേട്ടോ. ഇനി അതൊക്കെ ദൈവം സാധിച്ചു തരുന്നു. പിന്നെ കണ്ടോ, ഇത് എൻ്റെ റോസാപ്പൂവാണ്. ഇനി അതൊന്നേ ഉള്ളൂ, ബാക്കി എല്ലാം പൊഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒന്ന് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രൈ ആക്കി വെക്കാനായിട്ട് ഓൾറെഡി ഞാൻ സിലിക്കോൺ നമ്മുടെ ജെല്ലി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലെല്ലാം ഇതെല്ലാം ഇട്ടൊന്ന് ഒരു 4-5 ദിവസത്തേക്ക് വെക്കണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ഇന്നത്തത്. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺ വിത്ത് മീ ടുഡേ. അങ്ങനെ ഇത്രയും പൂക്കളാണ് എനിക്കിന്ന് ഗാർഡനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഡാലിയ, കുറച്ച് ഡെയ്സി, പിന്നെ കുറേ വൈൽഡ് ഫ്ലവേഴ്സ്, ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ സമ്മർ ടൈമിൽ ഒത്തിരി പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തൊഴിഞ്ഞു പോയി. വിൻ്റർ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴയുണ്ട്, അതുപോലെ തണുപ്പുമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എല്ലാം പൊഴിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഇനിയുള്ളതെങ്കിലും കുറച്ചെങ്കിലും ഞാനെടുത്ത് സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് എനിക്ക് ഭയങ്കര റിഗ്രറ്റായി പോകും. അതുകൊണ്ടാണ് പിന്നെ ഉള്ളതിനെ അങ്ങ് എടുത്ത് പറിച്ച് ഡ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് ഞാൻ നോക്കിയപ്പോൾ ഇത് ഫുൾ വെറ്റാണ്. കാരണം തലേന്ന് വരെ നല്ല മഴയായിരുന്നുകൊണ്ടേ ഇതളുകളെല്ലാം ശരിക്കും വെള്ളം നനഞ്ഞിരിക്കുക. അപ്പോൾ ആ വെള്ളമെല്ലാം തോർന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് സിലിക്കണിലോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഓരോ പൂക്കളും പറക്കി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ആദ്യം ഒന്ന് ട്രൈ ചെയ്തു പോകുമെന്ന് കുറച്ച് നേരം നോക്കി കേട്ടോ. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും അങ്ങനെയൊന്നും ഇത് ശരി ഡ്രൈ ആകത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ടിഷ്യൂലൊക്കെ വെച്ച് പേപ്പറിൽ വെച്ച് ശരിക്കും ഒന്ന് ഡ്രൈ ചെയ്യണം. അപ്പം ഞാൻ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. Actually. ഇതേ ഒരു റോസാപ്പൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ സിലിക്കോണിൽ വെച്ചിട്ട് ഇന്ന് 5-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പുറത്തെടുക്കുകയാണ് കേട്ടോ. ശരിക്കും നല്ല ഡ്രൈ ആയിരുന്നു. ലീവ്സൊക്കെ നല്ല പപ്പടം പോലെ പൊടിയാറായ ഒരു പരുവത്തിലായിരുന്നു കേട്ടോ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അത് കൂടുതൽ ഓവർ ഡ്രൈ ആയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സോ വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ ഓരോന്നെടുത്ത്. പൂക്കളെല്ലാം ശരിക്കും ഡ്രൈ ആയാലും ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പർ പോലെയാണ് എല്ലാ ഫ്ലവേഴ്സും. അപ്പം സിലിക്കോൺ ജെല്ലിന് ഇങ്ങനെ ഇത്രയും എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിവേ, എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ചു. കാരണം ഇനി ഇതിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ല നമുക്കത്, പിന്നെ അത് പൊടി പോലെ ആയിപ്പോവും. അതുകൊണ്ട് എന്തായാലും ഞാനത് വേറൊരു കണ്ടെയ്നറിലോട്ടെ, ഒരു എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഈ ഫ്ലവേഴ്സെല്ലാം.
അങ്ങനെ നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിൻ ആർട്ടുമായിട്ട് അടുത്ത വീഡിയോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.